പറയുവാനാണെന്നറിയാമോ? കസ്റ്റഡിയിൽ കൊടുത്തേക്കാണ്. 15-ാം തീയതി വരെ കസ്റ്റഡി കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത്? മെയിനായിട്ട് ഈ കേസ് രജിസ്റ്റർ ചെയ്ത നടപടി തന്നെ തെറ്റാണെന്നാണല്ലോ ഒരു മെയിൻ വാദഗതിയാണ്. പിന്നെ അറസ്റ്റ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇൻഫോം ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് അറസ്റ്റ് ഇല്ലീഗലാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഗ്രൗണ്ട് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോൾ കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നുകൊണ്ട് അത് കൺസിഡർ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകാം എന്ന് വെച്ചാണ് 16-ാം തീയതിക്ക് ഫർദർ ഹിയറിംഗ് ചെയ്യുന്നത്. 16-ാം തീയതി ബെയില് ഫർദർ ഹിയറിംഗ് എന്നാണ്. ഇവിടെ തന്നെയാണോ? ബെയിൽ ആപ്ലിക്കേഷൻ ഓൾറെഡി പെൻഡിംഗ് ഉണ്ട്. പാലിച്ചില്ലെന്നാണ് വാദിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അത് അറസ്റ്റ് ഇല്ലീഗലാണെന്നുള്ള പ്രശ്നം ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അതായത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണെന്നുള്ളതാണ് പ്രധാനമായിട്ടും. തീർച്ചയായിട്ടും വീഡിയോ കോൺഫറൻസ് വഴി ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു, കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം വിത്തിൻ 3 days ആ സൈൻഡ് കംപ്ലൈന്റ് ഹാജരാക്കണമെന്നുണ്ട്. അതിജീവിത ഇന്നലെ രാത്രിയാണ് എനിക്കൊന്ന് കാനഡയിൽ നിന്ന് വന്നതെന്ന് പറയുന്നു. അന്നേരം ആ 3 days ടൈം പീരീഡ് കഴിഞ്ഞു. രജിസ്ട്രേഷൻ ഓഫ് ക്രൈം ഇറ്റ്സെൽഫ് ഈസ് ഇല്ലീഗൽ. പക്ഷേ ഈ ജാമ്യഹർജിയിൽ വാദിക്കണമെങ്കിൽ പോലീസ് റിപ്പോർട്ട് വേണമെന്ന് പോലീസ് മിനിസ്റ്റർ പറഞ്ഞിരുന്നല്ലോ. പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ? പോലീസ് റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഹിയറിംഗ് നടത്തിയിരിക്കുന്നത്. പിന്നെ അവരുടെ കസ്റ്റഡി ആപ്ലിക്കേഷൻ വന്നിരുന്നല്ലോ, അതുകൊണ്ടാണ് കസ്റ്റഡി ആപ്ലിക്കേഷൻ പരിഗണിച്ചത്. ഈ ജാമ്യഹർജി ഇന്ന് തന്നെയാണോ ഫയൽ ചെയ്തത്? ജാമ്യഹർജി അന്ന് പ്രൊഡ്യൂസ് ചെയ്ത് അന്ന് തന്നെ നമ്മൾ ഫയൽ ചെയ്തിരുന്നതാണ്. ആ ജാമ്യഹർജി തന്നെയാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. അതായത് വീഡിയോ കോൺഫറൻസിംഗ് മുഖാന്തരം കൊടുത്ത സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കില്ലെന്നാണോ പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് നിലനിൽക്കും, പക്ഷേ അതിന്റെ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല. ഈ 3 ദിവസം ഇതുവരെ ചെയ്തിട്ടില്ല. 3 ദിവസം എന്തുകൊണ്ടാണ് ആവശ്യപ്പെട്ടേക്കുന്നത്? അവരിപ്പോൾ എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്? 15-ാം തീയതി ഉച്ചവരെയാണ്. അന്നേരം അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ എടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടായിരിക്കാം. സാങ്കേതികമായിട്ട് അറസ്റ്റ് മുമ്പ് ഒപ്പിട്ടില്ല എന്ന് അത് രാഹുൽ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ വക്കീലിനെ കണ്ടിട്ട് ഒപ്പിടാം എന്നാണ് പറഞ്ഞത്. പക്ഷെ അവരതൊരു ഗ്രൗണ്ടായിട്ട് അറസ്റ്റ് മുമ്പിലും അറസ്റ്റ് രേഖകളിലും ഒക്കെ ഒപ്പിട്ടില്ല എന്ന് രേഖപ്പെടുത്തി. അത് വ്യാജമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. അതെ, നിന്റെ പോക്കറ്റ് എന്തോ സാധനം നിന്റെ ഒരു ബക്സിന്റെ സാധനം എടുത്തോളെ. രാഹുൽ മാറിക്കോടും